പാട്ട് പാടണം. ഹലോ വാട്ട്സ്ആപ്പ് യൂട്യൂബ്. സോ ഇന്ന് ഞാനൊരു പുതിയ റൈഡ് പോവാട്ടോ. എൻ്റെ പഴയ ചാനൽ ഹാക്കായിപ്പോയി. സോ ദിസ് ഇസ് ഷിജിൻ, അത് സാന്ദ്ര, ഇത് ഹരിഹർ, ആൻഡ് ദിസ് ഗായ് ഈസ് എ ന്യൂ ഗായ് ജസ്റ്റ് നൗ ഐ മെറ്റ്. വാട്ട്സ് യുവർ നെയിം ബ്രോ? ഗ്ലാഡ്സൺ. ഓക്കെ, സോ അപ്പോൾ ഇന്ന് ഞങ്ങൾ പോകുന്നത് ഗുഞ്ചൂർ ലേക്കിലേക്കാണ് കേട്ടോ. ഇവിടുന്ന് ഒരു 70 കിലോമീറ്റർ മാറിയിട്ടുള്ള ഒരു സ്ഥലമാണ്. സോ ലെറ്റ്സ് സീ. അങ്ങനെ ട്രിനിറ്റി സർക്കിളിൽ എത്തിയേക്കും കേട്ടോ. ഇപ്പോൾ എൻ്റെ കൂടെ വന്നിരിക്കുന്നതിൽ ആ മുമ്പിൽ പോകുന്ന ലീഡ് ചെയ്യുന്നത് ഹരിഹർ. അത് ഞങ്ങൾ രണ്ടുപേരും അന്ന് സക്ലേഷ്പൂർ റൈഡ് പോയപ്പോൾ അന്ന് പരിചയപ്പെട്ടതാട്ടോ. അതിന് ശേഷം ഞങ്ങൾ ആദ്യമായിട്ട് റൈഡ് ചെയ്യുക ഇവിടെ. ബാക്കിയുള്ളത് എല്ലാവരും പുതിയ റൈഡേഴ്സാണ് കേട്ടോ. ഞാൻ ഇതുവരെ പരിചയപ്പെട്ടിട്ടില്ല. ഷിജിൻ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാകുന്നതാണ്. ആദ്യമായിട്ടാണ് കേട്ടോ അവന് റൈഡിന് വരുന്നത്. ഞാനിന്ന് പോകുന്ന സ്ഥലം എന്ന് പറയുന്നത് ഗുഞ്ചൂറിലേക്ക്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 5 മണിക്ക് ഞങ്ങൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യണമെന്നാണ് വിചാരിച്ചത്. പക്ഷേ കുറച്ച് സ്റ്റാർട്ടിങ് ട്രബിൾ ഉള്ളതുകൊണ്ട് കുറച്ച് ആൾക്കാരെ വെയിറ്റ് ചെയ്തുകൊണ്ടും ഞങ്ങൾ 5:45 കേട്ടോ മടിവാളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോൾ ഏറെക്കുറെ സമയം 20 ആയിട്ടോ. ഇപ്പോൾ ബാംഗ്ലൂർ നല്ല ചൂടാണ്, അതേപോലെ വാട്ടർ ക്രൈസിസ് ഉണ്ട്. നല്ല അടിപൊളി ക്ലൈമറ്റ് ആട്ടോ. പക്ഷേ പൊതുവേ ബാംഗ്ലൂർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല ചൂടാണ്. പക്ഷേ ഇപ്പോഴത്തെ ഈ ഒരു ക്ലൈമറ്റ് ഓക്കെ ഫൈൻ ആണ്, അടിപൊളിയാണ് കേട്ടോ. പക്ഷേ തിരിച്ചു വരുമ്പോൾ ഒബ്വിയസ്ലി നല്ല ചൂടായിരിക്കും. ബട്ട് ഇറ്റ്സ് ഓക്കെ ഫൈൻ. ഇനി നമുക്ക് അപ്രോക്സിമേറ്റ്ലി ഒരു 40 കിലോമീറ്റേഴ്സ് ഉണ്ട് കേട്ടോ. മുകളിലൂടെ ഒരു റെയിൽ പാലമൊക്കെ പോകുന്നുണ്ട് കേട്ടോ. ഞാൻ ആക്ച്വലി ഒരു 1.5 മാസത്തിന് ശേഷം ഇന്നാണ് കേട്ടോ റൈഡ് പോകുന്നത്. ഇതിനിടയ്ക്ക് എനിക്ക് എൻ്റെ പഴയ ചാനൽ ഹാക്കായപ്പം അതിൻ്റെ കുറച്ച് സങ്കടവും ഈ ചാനലിൻ്റെ കുറച്ച് കസ്റ്റമൈസേഷനും വർക്ക്ഷോപ്പും അങ്ങനെയൊക്കെ ആയിട്ട് കുറച്ച് ബിസി ആയിരുന്നു. അതിനുശേഷം ഞാൻ രണ്ടാമതൊന്ന് ഫ്രീ ആയിട്ട് ഇപ്പോഴാണ് കേട്ടോ രണ്ടാമത് റൈഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓൾവേസ് ഗ്രൂപ്പ് റൈഡ് എന്ന് പറയുമ്പോൾ പോയിരിക്കുന്ന സ്ഥലത്തിൻ്റെ ആ ഒരു ഭംഗിയല്ല. അവിടെ പോയിരിക്കുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാരുടെ കൂടെ അവിടെ ചെന്ന് ഇരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു മനസ്സിനുള്ളൊരു സുഖം ഉണ്ടല്ലോ, അതിനു വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു റൈഡ് പോകുന്നത്. ആക്ച്വലി ആ ഒരു സ്ഥലം, ഞാൻ പോകുന്ന സ്ഥലം ഗുഞ്ചൂറിലേക്ക് എന്ന് പറയുന്ന സ്ഥലം ഞാൻ ഗൂഗിളിൽ ഫോട്ടോസിനൊന്നും നോക്കിയപ്പോൾ എനിക്ക് വലിയൊരു വൈബൊന്നും തോന്നിയില്ല. ബട്ട് സ്റ്റിൽ ഐ ലൈക്ക് ടു ഗോ. പിങ്ക് ബ്ലോസം ആക്ച്വലി അത് ബാക്കിലായിരുന്നു കേട്ടോ. ഞാൻ ക്യാമറ ഓണാക്കി വന്നപ്പോഴേക്കും ഓക്കെ അവിടെ ഉണ്ട് കേട്ടോ നമുക്ക് പിങ്ക് ബ്ലോസം. വാ, ഇത് ശരിക്കും യലഹങ്ക എത്താനായി കേട്ടോ. യലഹങ്ക ന്യൂ ടൗണിലേക്ക് പോകുന്ന റോഡാണ് കേട്ടോ ഇത്. അതേ കണ്ടില്ല, 2 സൈഡിലും പിങ്ക് ബ്ലോസം. വാ, ആക്ച്വലി ഞാൻ മടിവാളെ മാർത്താളി എല്ലാം പോകുമ്പോൾ കാണാറുണ്ട്. പക്ഷേ ഈ ഒരു ഏരിയയിലേക്കൊന്നും വരുന്നിട്ട് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ. അതായത് പിങ്ക് ബ്ലോസത്തിൻ്റെ സമയത്ത് ഈ ഒരു ഏരിയയിലേക്കൊക്കെ ഞാൻ ഡ്രൈവ് ചെയ്ത് വരുന്നത് ഇപ്പോഴാണ് കേട്ടോ. അത് കണ്ടില്ലേ? വാവ്, ഇറ്റ്സ് നൈസ്. അയ്യോ, അത് നോക്കിയിട്ട് ഇവിടെ ഹമ്പുണ്ട്. 17 കിലോമീറ്ററും കൂടി ആയിട്ടുള്ളത്. ഞങ്ങളിവിടെ ചെറിയൊരു ടീ ബ്രേക്ക് എടുക്കാമെന്ന് വിചാരിച്ചിട്ടോ. അവിടെ നമുക്ക് വടയെല്ലാം കിട്ടും, ചട്നി എല്ലാം കിട്ടും കേട്ടോ. ഓക്കെ, ഇപ്പോൾ നമ്മളിവിടുന്ന് ചെറുതായിട്ട് എന്നെ കാണുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല കേട്ടോ. എൻ്റെ ബാക്കിൽ നിന്നാണ് ഇങ്ങോട്ടേക്ക് ലൈറ്റ് വരുന്നത്. ഓക്കെ, സോ നമ്മളിവിടുന്ന് ചെറുതായിട്ട് ഒരു വട, അതേപോലെ ഇഡ്ഡലി, അങ്ങനെ ചെറിയൊരു ടീ ബ്രേക്ക് എടുത്തു കേട്ടോ. ഇത് നമ്മളിവിടുന്ന് രണ്ടാമത് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഇവിടുന്ന് 17 കിലോമീറ്ററാണ് കേട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പോകുന്ന സ്ഥലത്തിൻ്റെ ഭംഗിയല്ല, ഒരു റൈഡിങ് ഗ്രൂപ്പിന് കൂടെ പോകുന്ന സമയത്ത് ഉള്ള ആ ഒരു എൻജോയ്മെൻ്റ് അല്ല, അതാണ് കേട്ടോ ഇതിൽ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഗൈസ്, ഇപ്പോൾ വെയിലൊക്കെ വന്ന് ഏകദേശം ഒരു ക്ലൈമറ്റൊക്കെ ചൂടായി തുടങ്ങി കേട്ടോ. ഇനി ഇവിടുന്ന് നമുക്ക് 12 കിലോമീറ്ററും കൂടിയാണ് കേട്ടോ ഉള്ളത്. ഈ റോഡൊക്കെ അടിപൊളിയാണ് കേട്ടോ. ഇതിൻ്റെ ഭംഗി ഇങ്ങനെ കൂടി വരും കേട്ടോ. 2 സൈഡിലുള്ള മരങ്ങളും റോഡിൻ്റെ അറ്റത്ത് ഉള്ള ഹിൽ സ്റ്റേഷനൊക്കെ ആയിട്ട് ഭയങ്കരമായിട്ട് അടിപൊളിയായിട്ട് വരും കേട്ടോ. ഗൈസ്, ഇതാണ് കേട്ടോ ഗുഞ്ചൂർ ലേക്ക് എന്ന് പറയുന്നത്. റോഡ് സൈഡ് തന്നെ കേട്ടോ, ഒരുപാട് മഡ് റോഡും കാര്യങ്ങളൊന്നുമില്ല. ഇറ്റ്സ് ഗുഡ്. ഇതാട്ടോ, ഇവിടേക്കൊക്കെ നമുക്ക് വണ്ടിയൊക്കെ ഇറക്കാം കേട്ടോ. സോ ആദ്യം നമ്മൾ എന്താക്കാം, ഒന്ന് കറങ്ങിയിട്ട് വരാം. ഗൈസ്, അങ്ങനെ
ഞങ്ങളിവിടെ വന്ന് കുറേ നേരം എൻജോയ് ചെയ്തിട്ടോ. കുറേ നേരം എന്ന് പറഞ്ഞാൽ ഒരുപാട് നേരം. ഇപ്പോൾ വന്നിട്ട് ഏകദേശം ഒരു 1.5 മണിക്കൂർ ഞാൻ ഇവിടെ അടിച്ച് പൊളിച്ച്. ഞാൻ പറഞ്ഞില്ലേ, വരുന്ന സ്ഥലത്തിൻ്റെ ആ ഒരു ഭംഗിയോ കാര്യങ്ങളോ അല്ല, പക്ഷേ ഇവിടെ വരുമ്പോൾ ഒരു ടീമിൻ്റെ കൂടെ വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു വൈബില്ലേ, അങ്ങനെ കേട്ടോ. ഇനി ഞാൻ ഈ ഒരു സ്ഥലത്തിനെ പറ്റിയിട്ട് എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞത്. ഈ സ്ഥലത്തിൻ്റെ പേര് ഗുഞ്ചൂർ ലേക്കാണ്. ഞാൻ ഈ തുടക്കം തൊട്ട് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്, ഗുഞ്ചൂർ ലേക്ക് എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. ഓക്കെ, സോ ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ലേക്ക്. അതിനപ്പുറത്ത് കാണുന്ന ആ ഹില്ല് കണ്ടോ, അത് മെയിൻ റോഡിന് അപ്പുറത്തെ സൈഡിലാട്ടോ. നമ്മൾ ഇതേക്കുന്നത് ആ സൈഡിലൂടെ നമ്മൾ ഇതിലൂടെ ബൈക്ക് ഓടിച്ച് വന്ന് ഇതിലൂടെ നമ്മൾ ബൈക്കെല്ലാം അവിടെ നിർത്തിയിട്ടു. ഇനി നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഉള്ളിലൂടെ ഒക്കെ എന്താക്കാം, നമുക്ക് വേണമെങ്കിൽ ചുമ്മാ നടക്കാനൊക്കെ പോവാം. ആക്ച്വലി ഇറ്റ്സ് എ വെരി ഗുഡ് വൈബ്, ബട്ട് ഓൺലി മോർണിംഗ്. ഈവനിങ് എങ്ങനെയെന്ന് എനിക്ക് അറിയത്തില്ല, കാരണം ഞാനിവിടെ ആദ്യമായിട്ടാണ് വരുന്നത്. പിന്നെ ഗുഞ്ചൂരിലേക്ക് എന്ന് പറഞ്ഞപ്പം സ്കൂളിലൊന്നും എനിക്ക് അധികം ഫോട്ടോസ് കിട്ടിയില്ല. ഐ വാസ് ലിറ്റിൽ ഫെഡ് അപ്പ്, ബട്ട് സ്റ്റിൽ ദിസ് പ്ലേസ് ഇസ് ഗുഡ്. ഓക്കെ ലൈക്ക് ഔട്ട് ഓഫ് 100 മേ ബി 75. യാ, ഇറ്റ്സ് ഗുഡ് ഫോർ എ മോർണിംഗ് റൈഡ്. പിന്നെ അവിടെയൊക്കെ നമുക്ക് ഇവിടെ മാടുകളൊക്കെ മേയ്ക്കുന്നത് കാണാൻ പറ്റും. ടോട്ടലി എന്താ പറയുക, ഒരു നല്ല വൈബാണ് കേട്ടോ. ആയില്ല, എടാ ഇങ്ങോട്ട് വാ, യു ഗോ. സോ ഗൈസ്, ഇതാണ് സാന്ദ്ര, ഇത് ഷിജിൻ. ഇവന് ഞാൻ മടിവാള വന്നപ്പോൾ തൊട്ട് എൻ്റെ കൂടെ ഉള്ളതാട്ടോ. പക്ഷേ ഇവനുമായിട്ട് ഞാൻ ആദ്യമായിട്ടാണ്, എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഞാൻ റൈഡിന് വരുന്നത്. ഇത് സാന്ദ്ര. ഞാൻ പറഞ്ഞില്ല, അങ്ങനെ ഒരു എന്താ പറയുക, പ്രത്യേകിച്ച് എടുത്തു പറയാൻ ഗുണങ്ങളൊന്നുമില്ല. ഓക്കെ, ആൻഡ് ഇത് ഞാൻ എൻ്റെ പഴയ ചാനലിൽ ഞാൻ സക്ലേഷ്പുര, ഗൗതത്തിനോട് സക്ലേഷ്പുര പോയപ്പോൾ അന്ന് പരിചയപ്പെട്ടതാട്ടോ. ആക്ച്വലി ഹി സ്റ്റേസ് ഇൻ ബന്നാർഘട്ട, maybe 2 kilometers away from where I am staying. Not two, and I think it's more than Bannarghatta, right? Yeah, it's more than like 10-ish. Okay, maybe 10 kilometers away from my place. പക്ഷേ ഞങ്ങൾ ആദ്യമായിട്ടാണ് കേട്ടോ ഒരുമിച്ച് റൈഡ് ചെയ്യുന്നത്. ഞാൻ സക്ലേഷ്പുര പോയ സമയത്ത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, അങ്ങനെയാണ് ഞങ്ങൾ കോൺടാക്ട് കിട്ടിയത്. പിന്നെ ഇത് മിസ്റ്റർ ഗ്ലാഡ്സൺ, കം ഹിയർ. ഓക്കെ, സോ ഇതാണ് ഗ്ലാഡ്സൺ. ഇത് ഇവൻ്റെ ഫ്രണ്ടാണ് കേട്ടോ, ഇവൻ്റെ കൂടെ വന്നപ്പോൾ കിട്ടിയതാണ്. ഓക്കെ, സോ ഗൈസ്, let's gather. I just want some feedback. So Follow his channel. No, not that. No, not that. So guys, I'll ask you some questions. Okay. So can we suggest this place for a morning ride or sunset ride? Yeah. Definitely. Sunrise or sunset? This is a good place to get Both. Yeah. bottles. I would prefer sunset because then the sun will be there. Okay. And then it will be like really nice. Okay. So you guys are enjoying, right? എനിക്കും ഇഷ്ടപ്പെട്ടു. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു ടീമിൻ്റെ കൂടെ വരുമ്പോൾ പോകുന്ന സ്ഥലത്തിൻ്റെ ഭംഗിയല്ല, ഇവരെ കൂടെ കിട്ടുന്ന ആ ഒരു വൈബാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. സോ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെന്ന് നിങ്ങൾ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ആക്ച്വലി എൻ്റെ പഴയ ചാനൽ ഹണി ലൂസർ എന്ന് പറഞ്ഞിട്ടുള്ള ചാനൽ, അതിൻ്റെ എനിക്കിപ്പോൾ ആക്സസ് ഇല്ല, അതിപ്പോൾ പോയി. ഇതെൻ്റെ പുതിയ ചാനലാണ്. സോ ഐ ഹോപ്പ് യു ഗൈസ് ലൈക്ക് മൈ വീഡിയോസ്. ഇഫ് യു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, കമൻറ്റ്, അങ്ങനെ ചെയ്യാൻ പറ്റുന്നതെല്ലാം ചെയ്യാം. ഓക്കെ, സോ ബൈ.